ഹലോ, നമസ്കാരം. ഈ വീഡിയോയിൽ നോക്കുന്നത് ഡേറ്റ അനാലിസിസ് ടൈപ്സ് ആണ്. ഡേറ്റ അനാലിസിസ് 4 തരത്തിലാണുള്ളത്: ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, പ്രഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഇനി ഓരോ അനാലിസിസ് ടൈപ്പും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യത്തേത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതുമായ അനാലിസിസ് ടൈപ്പാണിത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മന്ത്ലി റവന്യൂ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ, സെയിൽസ് ലീഡ് ജനറേറ്റ് ചെയ്യാനും, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ജനറേറ്റ് ചെയ്യാനും ഒക്കെയാണ്. മന്ത്ലി റവന്യൂ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ എന്താണോ നമുക്ക് ഒരു മാസം കിട്ടിയ റവന്യൂ, അതിന്റെ ഡീറ്റെയിൽ റിപ്പോർട്ടാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി സെയിൽസ് ലീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം നിർബന്ധമില്ല. ചിലര് ഏതെങ്കിലും ഒരു എൻക്വയറി നടത്തിയിട്ട് പോകും. ആ എൻക്വയറി എന്ന് പറയുന്നത് ഭാവിയിൽ അത് വാങ്ങാനുള്ളതായിരിക്കും. അന്ന് വാങ്ങിയില്ലെങ്കിൽ പോലും പിന്നീട് വാങ്ങാമെന്നുള്ള ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ആ ഒരു എൻക്വയറി എന്ന് പറയുന്ന ഒരു സെയിൽസ് ലീഡാണ്. ഭാവിയിൽ ഒരു സെയിൽസ് നടക്കാം. അപ്പൊ അങ്ങനെയുള്ള സെയിൽസ് ലീഡുകൾ ജനറേറ്റ് ചെയ്യുക. ഒരുപക്ഷെ ഒരു എൻക്വയറി നടത്തിയപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ആ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രോഡക്റ്റ് ചിലപ്പോൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് കസ്റ്റമർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നീട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങി വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാം സെയിൽസ് ലീഡുകളാണ്. ഈ സെയിൽസ് ലീഡ് ജനറേറ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് യൂസ് ചെയ്യും. പിന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് നമ്മുടെ ബിസിനസ് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് അറിയണമല്ലോ. ഒരു സക്സസ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മെട്രിക്സ് ആണ് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു മെട്രിക്സ് ജനറേറ്റ് ചെയ്യുക, അതും ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നടക്കുന്ന കാര്യമാണ്. അതായത് മൊത്തത്തിൽ പറയുമ്പോൾ എന്താണ് കുറച്ച് നാൾ അല്ലെങ്കിൽ ഒരു മാസമായിട്ട്, ഒരു പർട്ടിക്കുലർ പീരീഡിൽ, ഒരു മാസമോ 2 മാസമോ നമ്മുടെ ബിസിനസ്സിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഉള്ള റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുക. അവിടെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ പറയുന്നത്. ഇവിടെ വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് തരുന്നത്. ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 3 പോയിന്റ് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ചോദിക്കുന്നതിന് ഫുൾ മാർക്കായിട്ട് കിട്ടും. അടുത്തത് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ആണ്. മുന്നേ നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമ്മൾ ചില പാറ്റേൺസ് കണ്ടുപിടിച്ചു. ആ പാറ്റേൺസ് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതിന്റെ റീസൺ കണ്ടുപിടിക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ചെയ്യുന്നത്. എന്താണോ മുന്നേ നടന്നത്, അതായത് പാസ്റ്റിൽ എന്താണോ നടന്നത്, ആ നടന്നതിന്റെ കാരണമാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വൈ ഇറ്റ് ഹാപ്പൻഡ് എന്ന് പറയുന്ന ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തുന്നത്. അടുത്തത് പ്രഡിക്റ്റീവ് അനാലിസിസ് ആണ്. പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ആണ്. നമ്മുടെ കറണ്ട് ഡേറ്റയും പാസ്റ്റ് ഡേറ്റയും വെച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ എങ്ങനെ ആയിരിക്കാം എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ആൻസർ ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യൻ വാട്ട് ലൈക്ലി ടു ഹാപ്പൻ ആണ്. എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ആ സാധ്യത എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ അത് പോസിറ്റീവ് ആണെങ്കിൽ, നമ്മുടെ ബിസിനസ്സിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ നടന്നോട്ടെ, ഓക്കെ ആണ്. നമ്മുടെ ബിസിനസ്സിന്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കറണ്ട് ഡേറ്റയും പാസ്റ്റ് ഡേറ്റയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രഡിക്ഷനിൽ കിട്ടിയത്. അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് അനാലിസിസ് നമുക്ക് തന്നത് അതാണ്. എങ്കിലും അങ്ങനെ തന്നെ പൊക്കോട്ടെ. പക്ഷേ പ്രഡിക്റ്റീവ് അനാലിസിസിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ, നമ്മുടെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട്
എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് നമ്മൾ മാറ്റേണ്ടതുണ്ട് അല്ലേ. അതാണ് ഈ പ്രെഡിക്റ്റീവ് അനാലിസിസിൽ പറയുന്ന കാര്യം. വാട്ട് ലൈക്ലി ടു ഹാപ്പൻ, ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് പ്രെഡിക്റ്റീവ് അനാലിസിസിൽ ചെയ്യുന്നത്. അടുത്തത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അനാലിസിസ് ടൈപ്പ് ആണ്. മുന്നേ പറഞ്ഞ എല്ലാ അനാലിസിസ് ടൈപ്പിൽ നിന്നും ഉള്ള ഡേറ്റ അല്ലെങ്കിൽ അവരുടെ ഫൈൻഡിങ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം, നമ്മുടെ മുന്നിലുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ പറയുന്നത്. അതായത് കൈൻഡ് ഓഫ് ആക്ഷൻ ടു ബി ടേക്കൺ ടു സോൾവ് എ സർട്ടൻ പ്രോബ്ലം. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ ഒരു കാര്യം എടുക്കുകയാണ്, അതുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് ഡോക്ടറെ അടുത്ത് പോകുന്നു, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നു, എന്താ പറ്റിയത് എന്നുള്ളതൊക്കെ അല്ലേ ഡയഗ്നോസ് ചെയ്യുന്നു, ചില പാറ്റേൺസ് കണ്ടെത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ വരാമെന്ന് ഡോക്ടർ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോ അങ്ങനെ വരാതിരിക്കാൻ, അതൊരു പ്രശ്നമാണെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ കുറച്ച് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു അനാലിസിസ് ടൈപ്സിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇതാണ് മേജർ ആയിട്ടുള്ള അനാലിസിസ് ടൈപ്സ്. ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എസ്സേ ആകുമ്പോൾ ഫസ്റ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ് എന്ന് എഴുതി 4 ടൈപ്പും പേര് കൊടുക്കുക, അതിനുശേഷം ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ മെയിൻ പോയിന്റ്സ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. താങ്ക് യു.